കോതമംഗലം താലൂക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസാരഥികളെ ഉൾപ്പെടുത്തിയുള്ള പ്രഥമ യോഗം ശനിയാഴ്ച ചേർന്നു. പട്ടയത്തിനുള്ള 24 അപേക്ഷകൾ യോഗം അംഗീകരിച്ചു. കോതമംഗലം താലൂക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതിയ ഭരണസാരഥികളാണ് ഉദ്യോഗസ്ഥർക്ക് പുറമെ യോഗത്തിൽ പങ്കെടുത്തത്. പട്ടയത്തിനുള്ള 24 അപേക്ഷകൾക്ക് യോഗം അംഗീകാരം നൽകി. ഇന്നിപ്പോൾ ഏതാണ്ട് 24 കേസുകളാണ്. കുട്ടമ്പുഴ വില്ലേജിൽ 18 കേസുകളും അതോടൊപ്പം തന്നെ പോത്താനിക്കാട് വില്ലേജിൽ ഒരു കൈവശ രേഖയും മുനിസിപ്പൽ പരിധിയിൽ 5ഓളം കേസുകളാണ്. മുനിസിപ്പാലിറ്റിയിലുള്ള 5ഓളം കേസുകൾ ഉൾപ്പെടെ ഏതാണ്ട് 24 പട്ടയാപേക്ഷകളാണ് നമ്മൾ ഇന്നത്തെ ഈ LA കമ്മിറ്റിക്ക് മുൻപാകെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്കുൾപ്പെടെ ഇനിയും അർഹരായ ഒട്ടേറെ ആളുകളുണ്ട്. അവർക്ക് കൂടി നമുക്ക് സമയബന്ധിതമായി പട്ടയം കൊടുക്കാൻ കഴിയും. ആ നിലയിലുള്ള പ്രവർത്തനമാണ്. ഇനിയിപ്പോൾ അധികം ഇലക്ഷൻ പ്രഖ്യാപനത്തിനൊന്നും അധികം സമയം നമ്മുടെ മുൻപിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും ബാക്കിയുള്ള ആളുകൾക്ക് കൂടി സമയബന്ധിതമായി കൊടുക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ വളരെ വേഗതയിലാണ് ആ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നല്ല നിലയിൽ തന്നെ അത് സമയബന്ധിതമായി തന്നെ നമുക്ക് പൂർത്തീകരിക്കണം. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, മേരി കുര്യാക്കോസ്, ഗീത ജയകുമാർ, KA നൌഷാദ്, MS എൽദോസ്, ബേബി പൗലോസ്, തോമസ് വട്ടപ്പാറ, VV കുര്യൻ, എൽദോസ് കേച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.